ഗാസ സമാധാന കരാർ നിലവിൽ വന്നിരിക്കുകയാണ്. അതിലെ ആ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അത് ഇസ്രയേലും ഹമാസും പാലിക്കുമെന്ന് പറയുന്നു. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് ശ്രീ ടി.പി. ശ്രീനിവാസൻ? ഇല്ല, ലോകരാജ്യങ്ങളെല്ലാം ഏറ്റവും ആഗ്രഹിക്കുന്നത് അവിടെ യുദ്ധം അവസാനിക്കണം എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ആളുകളെ വധിക്കുകയാണ്, കുട്ടികൾ മരിക്കുന്നു, ഒരു വലിയ പ്രശ്നം. അതെങ്ങനെയെങ്കിലും നിർത്തണം എന്നുള്ളതിൽ എല്ലാവർക്കും വലിയ താല്പര്യമുണ്ട്. പക്ഷേ അതിനൊരു സൊല്യൂഷൻ ഇല്ല എന്നുള്ളതും സത്യമാണ്. എത്രയോ സെഞ്ചുറീസ് നടക്കുന്ന പ്രശ്നങ്ങളാണ് അവിടെ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ പക്ഷേ ഈ യുദ്ധം ഇത്തവണ വളരെയധികം വർദ്ധിച്ചുപോയി. ഇത്ര വലിയ ക്രൂരമായ അതുപോലെ ഒരു വംശനാശം വരത്തക്കവണ്ണമുള്ള ആക്രമണമാണ് നടത്തിയത്. എന്നിട്ട് അവരെ മുഴുവൻ പാലസ്തീനിയൻസിനെ മുഴുവൻ പുറത്താക്കിയിട്ട് അതിനെ ഒരു റിവിയർ ആക്കണമെന്നോ അല്ലെങ്കിൽ ഒരു റിസോർട്ട് ആക്കണമെന്നൊക്കെയാണ് ട്രംപിൻ്റെ ആഗ്രഹം. അത് നമുക്ക് നന്നായിട്ടറിയാം. അത് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗാസയിൽ നിന്ന് പാലസ്തീനിയൻസ് വെളിയിലാക്കിയിട്ട് അത് മുഴുവനായിട്ട് പിടിച്ചെടുക്കണമെന്നുള്ളത് തന്നെയാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ഹോസ്റ്റേജസ് ഇഷ്യൂ വന്നു. അതെല്ലാം കൊണ്ട് അതിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലെത്തിയിരിക്കുന്നുവെന്ന് വന്നപ്പോഴാണ് പ്രസിഡന്റ് ട്രംപ് വളരെ ശക്തമായിട്ടൊരു 20 പോയിൻ്റ് പ്രോഗ്രാം മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിലില്ലാത്തത് 2 നേഷൻസ്, ഇസ്രായേലും പാലസ്തീനും എന്നുള്ള 2 നേഷൻസ് ഉണ്ടാക്കണമെന്നുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ തീരുമാനത്തിനെതിരാണ്. കാരണം ഒരു സൊല്യൂഷൻ 2 സ്റ്റേറ്റും വരാതെ ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് എല്ലാവരും സമ്മതിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ പ്രസിഡന്റ് ട്രംപ് ശക്തമായിട്ട് നിലപാടെടുക്കാൻ കാരണം മറ്റൊന്നാണ്. കാരണം ഇസ്രായേലിൻ്റെ ക്രെഡിബിലിറ്റി ഒരുപാട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ആളുകളെ കൊല്ലുന്നു എന്നുള്ളത് അത് നെതന്യാഹുവിൻ്റെ ഭാവിയെ ബാധിക്കുമെന്നുള്ള ഭയം, ഇസ്രായേലിൻ്റെ തന്നെ ഭാവിയെ ബാധിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ്, അവരുമായിട്ട് ഒത്തുചേർന്നുകൊണ്ടാണ് ഈ പരിപാടി അദ്ദേഹം മുന്നോട്ട് വച്ചത്. പക്ഷേ മുന്നോട്ട് വെച്ചതിൻ്റെ ഉദ്ദേശം ഹമാസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഹമാസ് വിഡ്രോ ചെയ്യാം എന്നേ പറയുന്നുള്ളൂ. പക്ഷേ ഹമാസ് മുഴുവനായിട്ട് ഡിസാം ചെയ്യണമെന്നും പറ്റുമെങ്കിൽ ഗാസയിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ളതാണ് ആഗ്രഹം. അതവർ കുറച്ച് അംഗീകരിച്ചു. കാരണം യുദ്ധവിരാമം 2 പേർക്കും വേണമല്ലോ. അപ്പോൾ യുദ്ധവിരാമനത്തിന് വേണ്ടി ടാക്റ്റിക്കൽ സപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ടാക്റ്റിക്കലായിട്ട് മൂവ് ചെയ്യുകയാണ് ഹമാസ്. പക്ഷേ അതേസമയം തന്നെ അവരും ഒരു ഉന്മൂലനാശം വരും എന്നുള്ള ഭയമുള്ളത് അവർക്കുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഈ ഹോസ്റ്റേജസിനെ തിരിച്ചു കിട്ടുകയും അതേസമയം തന്നെ യുദ്ധം അവസാനിക്കുകയും ചെയ്യുന്നുള്ള ഒരു ചെറിയ അജണ്ട മാത്രമേ ഈ പ്ലാനിലുള്ളൂ. അത് ഇപ്പോഴും വിജയിച്ചിട്ടില്ല. പക്ഷേ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, എല്ലാ ആംസും കൊടുത്തിട്ട് പോകുമോ, അത് സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുപോലെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയോ, ഇതിപ്പോഴും ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടും ഇപ്പോഴും യുദ്ധം നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു വിജയം ഉണ്ടായിട്ടില്ല. അത് കൂടുതൽ അപകടകരമാവുകയാണ്. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം പാലസ്തീൻ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതല്ല, ഇസ്രായേലിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ ഹോസ്റ്റേജസ് വലിയ ഇഷ്യൂ ആണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് ഓഫർ ചെയ്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളൊരു ശ്രമമായിരുന്നു. ബാക്കിയൊന്നും ക്ലിയർ അല്ല. ഈ 21 പോയിൻ്റ് പ്രോഗ്രാമിലൊന്നും സാധ്യതയുള്ള ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യുകയല്ലാതെ പെട്ടെന്നൊരു സമാധാനം സ്ഥാപിക്കപ്പെടുമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുകയില്ല. പക്ഷേ പ്രസിഡന്റ് ട്രംപിനെ ഇത് വലുതാക്കി കാണിച്ച് ഇനി എനിക്ക് നോബൽ പ്രൈസ് അടുത്ത കൊല്ലമെങ്കിലും തരണം എന്നൊക്കെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അദ്ദേഹം. അപ്പോൾ അതിലും വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ യുക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ പുടിനെ അമേരിക്കയിൽ വിളിച്ച് അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമൊക്കെ നൽകി അതിൽ നിന്ന് ഒരു സമാധാനത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവർ തമ്മിലുള്ള ചർച്ച നടത്താമെന്ന് വിചാരിച്ചിരുന്ന പോലും ഇല്ലാതായിരിക്കുകയാണ്. കാരണം റഷ്യയുടെ ഡിമാൻഡ്സ് വളരെ കൂടുതലാണ്. അവർക്ക് ടെറിട്ടറി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ യുക്രൈൻ്റെ ടെറിട്ടറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ യുക്രൈൻ എന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് അതിലും വലിയ സാധ്യതകളൊന്നും കാണുന്നില്ല. പക്ഷേ ഇതിൽ ഈ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുമെങ്കിൽ തന്നെ അതൊരു വലിയ നേട്ടമായിരിക്കും ഹ്യൂമാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നമ്മളെല്ലാം അതിൽ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ 2 സ്റ്റേറ്റ്സ് തിയറി അക്സെപ്റ്റ് ചെയ്യാതെ പാലസ്തീന് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റസ് കൊടുത്തില്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം.